കോഴിക്കോട് ചെലവൂരിൽ പെൺകുട്ടിയെ കഴുത്തിയേരിച്ച് കൊലപ്പെടുത്തിയ ശേഷം ജീവനൊടുക്കിയ യുവാവ് ഒരു പ്രശ്നക്കാരനാണെന്ന് വാർത്ത. 16 വയസ്സുള്ള മൂഴിക്കൽ സ്വദേശി നസറിനെയാണ് കൊല്ലപ്പെട്ടത്. ദിലീഷ തിലകൻ ചെലവൂരിൽ നിന്നും തത്സമയം ചേരുന്നു. പറയൂ ദിലീഷ. SK ഇന്ന് രാവിലെ ഏകദേശം 5:30 പുലർച്ചെ 5:30 കൂടിയാണ് ഈ നാടിനെ നടുക്കിയ 2 മരണങ്ങളും ഉണ്ടാകുന്നത്. അതായത് ചെലവൂരിലെ മൂഴിക്കലിലാണ് ഈ പെൺകുട്ടിയുടെ വീട്. നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പെൺകുട്ടിയുടെ വീടാണ്. ഇവിടെ ഇപ്പോൾ മെഡിക്കൽ കോളേജ് ACP അടക്കമുള്ള പോലീസ് സംഘം ഇവിടെ എത്തിയിട്ടുണ്ട്. ഇന്ന് രാവിലെയോടുകൂടിയാണ് ഇത്തരത്തിൽ ഈ ഒരു സംഭവം ഉണ്ടാകുന്നത്. അതായത് ഈ മൂഴിക്കൽ സ്വദേശിനിയായിട്ടുള്ള നസ്രീന എന്ന പെൺകുട്ടിയാണ് കൊല്ലപ്പെട്ട് കിടക്കുന്നതായിട്ട് കാണുന്നത്. ഇവരുടെ ബന്ധു തന്നെയായിട്ടുള്ള അദിനാനാണ് ഇതിന് പിന്നിൽ എന്നാണ് പോലീസ് ഇപ്പോൾ സംശയിക്കുന്നത്. കാരണം മറ്റൊരു മുറിയിൽ അദിനാനും മരിച്ചു കിടക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. ഈ അദിനാൻ ഈ പെൺകുട്ടിയെ കൊലപ്പെടുത്തിയ ശേഷം സ്വയം ജീവൻ ഒടുക്കിയതാണ് എന്ന നിഗമനത്തിൽ തന്നെയാണ് പോലീസ്. അത്തരത്തിൽ തന്നെയാണ് ഇപ്പോൾ അന്വേഷണവും ഇവിടെ പുരോഗമിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ അദിനാൻ എന്ന് പറയുന്നത് ഈ പെൺകുട്ടിയുടെ ബന്ധു തന്നെയാണ് എന്നാണ്. ഈ വീട്ടിൽ താമസിക്കുന്നത് പെൺകുട്ടിയുടെ ഉമ്മയും ഈ പെൺകുട്ടിയുമായിരുന്നു. അതിനാനും കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് ഈ വീട്ടിൽ ഇവരുടെ കൂടെ താമസം ഉണ്ടായിരുന്നു. എന്നാൽ എന്തൊക്കെയോ ചില സ്വഭാവ ദൂഷ്യങ്ങൾ, അത് എന്താണ് എന്ന വ്യക്തമായിട്ട് ബന്ധുക്കളാണെങ്കിൽ പോലും പറയുന്നില്ല, ചില സ്വഭാവ ദൂഷ്യങ്ങൾ പ്രകടിപ്പിക്കുന്നു. അതിന് പിന്നാലെ ഈ അദിനാനെ ഈ വീട്ടിൽ നിന്നും പുറത്താക്കുകയായിരുന്നു എന്നാണ്. മാത്രമല്ല ഈ മരിച്ച അദിനാൻ സ്ഥിരം പ്രശ്നക്കാരനാണ് എന്നാണ് നിലവിൽ ഇപ്പോൾ നമുക്ക് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം. ലഹരി ഉപയോഗം അടക്കം ഉണ്ട് എന്നൊരു സൂചന കൂടി ഇപ്പോൾ ലഭിക്കുന്നുണ്ട്. പെൺകുട്ടിയുടെ വീട്ടിൽ നിന്നും അദിനാനെ പുറത്താക്കിയത് ഇതെല്ലാം മൂലമാകാം എന്ന ഒരു സംശയം നിലവിലുണ്ട്. ഒരു പ്രാഥമിക നിഗമനത്തിൽ തന്നെയാണ് പോലീസ്. അത്തരത്തിൽ തന്നെയാണ് ഇവിടെ അന്വേഷണം പുരോഗമിക്കുന്നതും. ഇന്നലെയാണ് യുവാവ് വീട്ടിൽ കയറിയത്. ഇന്നലെ ഏകദേശം പുലർച്ചയോടുകൂടി തന്നെ കള്ളത്താക്കോലിട്ട വീട്ടിനകത്ത് കയറിയതാണ് എന്നാണ് നമുക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്ന വിവരം. അതിനുശേഷം പെൺകുട്ടിയുടെ മുറിയിൽ കടന്ന് പെൺകുട്ടിയെ കൊലപ്പെടുത്തുകയായിരുന്നു എന്നാണ് പോലീസിൽ നിന്ന് കിട്ടുന്ന വിവരം. അതിനുശേഷം അദിനാൻ സ്വയം ജീവൻ ഒടുക്കുകയായിരുന്നു എന്നാണ്. എന്തായാലും ഈ ഒരു സംഭവത്തിൽ ഇപ്പോൾ പെൺകുട്ടിയുടെ ബന്ധുക്കളും നാട്ടുകാരും എല്ലാം തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. വലിയ രീതിയിലുള്ള നടുങ്ങലിൽ തന്നെയാണ് എല്ലാവരും ഉള്ളത്. പെൺകുട്ടിയുടെ ഉമ്മയ്ക്ക് അല്പസമയം മുമ്പ് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെടുകയും അവരെ തൊട്ടടുത്ത ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും പോലീസ് സംഘമെല്ലാം തന്നെ ഇവിടെ ഉണ്ട്. എന്താണ് ശരിക്കും സംഭവിച്ചത് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഇനിയും വ്യക്തത വരേണ്ടതുണ്ട്. SK അതിനായിട്ടുള്ള അന്വേഷണവും പുരോഗമിക്കുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.